പത്തനംതിട്ടയിൽ CPI നേതാവ് കോൺഗ്രസിൽ ചേർന്നു. ജില്ലാ കൗൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൽ ഷുക്കൂറാണ് കോൺഗ്രസിൽ ചേർന്നത്. സംഘടനയുമായുള്ള വിയോജിപ്പാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ഷുക്കൂർ പറയുന്നു. അനേകമായിരം ആളുകൾ കോൺഗ്രസിലേക്ക് ഇനി വരാൻ പോവുകയാണ്. അത്തരത്തിലേക്ക് ഒരു രീതിയിലേക്കാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മടുത്തു. അപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി കോൺഗ്രസ് വരുന്നു എന്നുള്ളത് ഒരു തെളിവാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇദ്ദേഹം CPIയുമായി നേരത്തെ തന്നെ പിണക്കത്തിലാണോ? അജിംസ കുറച്ചു കാലമായി CPIയിൽ നിന്നും, അതായത് അവധിയെടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ അബ്ദുൽ ഷുക്കൂർ എന്ന് പറയുന്നത്. അവധിയിലായിരുന്നു അദ്ദേഹത്തിന് 8 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള CPIയുടെ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിൻ്റെ ഒക്കെ തന്നെ 8 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ചുമതല ലഭിച്ച മണ്ഡല കമ്മിറ്റിയുടെ ചുമതല ലഭിച്ച ശേഷം ലീവ് എടുത്ത അവധിയിലായിരുന്നു. കാരണം ഈ ജില്ലാ നേതൃത്വവുമായിട്ടൊക്കെ തന്നെയുള്ള ഈ പിണക്കങ്ങൾ ഒക്കെ തന്നെയാണ് ഇതിന് കാരണം. അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, തനിക്ക് ഈ ജില്ലാ കമ്മിറ്റിയുടെ ചില അതായത് ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് വൈസ് പ്രസിഡന്റ് അടക്കം തെരഞ്ഞെടുക്കലിലുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു കൊഴിഞ്ഞുപോക്കിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്കുള്ളൊരു ചേക്കേറലിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത്, കോൺഗ്രസിലാണ് വളരെ സുഗമമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പാർട്ടി. എല്ലാവരും പറയും ഈ കോൺഗ്രസിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളില്ല, പക്ഷേ അങ്ങനെയല്ല, അത് ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് ഈ അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അബ്ദുൽ ഷുക്കൂർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നേതാക്കളടക്കമുള്ള, അതായത് CPIയിലെ അടക്കം അടക്കമുള്ള സഖാക്കൾ, നിരവധിയായ സഖാക്കൾ, നൂറുകണക്കിന് സഖാക്കൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിലേക്ക് എത്തും, കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി നിരവധിയായ പേരുകൾ എത്തുമെന്നുള്ളതാണ്. പക്ഷേ ആളുകൾ പേരുകൾ പറയാൻ അധികം തയ്യാറായിരുന്നില്ല. പക്ഷേ കൂടുതൽ ആളുകൾ, നേതാക്കളടക്കം പാർട്ടിയിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാണ് അദ്ദേഹം നിർത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ DCC ഓഫീസിലേക്ക് എത്തി കോൺഗ്രസിലെ അംഗത്വം സ്വീകരിക്കും. പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത അല്പസമയത്തിനകം തന്നെ DCയിലേക്ക് എത്തുമെന്നാണ്. DCC ഒരു സ്വീകരണവും അദ്ദേഹത്തിനായിരിക്കേണ്ട. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ബാബു ജോർജ്, അതുപോലെ സജി ചാക്കോ അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ CPIയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ CPIയിലെ ജില്ലാ കൗൺസിൽ അംഗം തന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിഞ്ഞ് വരുന്നു എന്നുള്ളത്. അതും ഇലക്ഷന് വളരെ ചുരുങ്ങിയ സമയം, ഏകദേശം 1 മാസത്തിനടുത്ത് മാത്രമാണ് തിരഞ്ഞെടുപ്പിനായി സമയമുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളുടെ, അതായത് 8 പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു അംഗം ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ആന്റണി വിജയിക്കും എന്ന്, അതായത് വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും ഈ CPI വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്ന അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. അജിംസ്, ശരിയാക്കി.